നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്കിന്ന് പഠിക്കേണ്ടത് വിവിധ കൃഷി രീതികളെക്കുറിച്ചാണ്. അപ്പോൾ വിവിധ കൃഷി രീതികളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൃഷി രീതികൾ എന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിവിധ കൃഷി രീതികളെക്കുറിച്ച് നമുക്ക് ആരംഭിക്കാം. ആദ്യമായിട്ട് വിളപര്യയം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, വിളപര്യയം കാലാവസ്ഥയ്ക്കും വിളവെടുപ്പിനും ആവശ്യമായ കാലദൈർഘ്യത്തിനനുസരിച്ച് വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതി, അതിനെയാണ് നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ അഥവാ വിള പര്യയം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. കാലാവസ്ഥയ്ക്കും വിളവെടുപ്പിനും ആവശ്യമായ കാലദൈർഘ്യത്തിനനുസരിച്ച് വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതിയെയാണ് വിളപര്യയം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരേ വിള കൃഷി ചെയ്യുമ്പോൾ മണ്ണിന് നഷ്ടമാകുന്ന പോഷകങ്ങൾ വീണ്ടെടുക്കുന്നതിന് വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്നത് സഹായിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരേ വിള കൃഷി ചെയ്യുമ്പോൾ മണ്ണിന് നഷ്ടമാകുന്ന പോഷകങ്ങൾ വീണ്ടെടുക്കുന്നതിനായിട്ട് വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്നത് സഹായിക്കുമെന്നുള്ളതാണ് കണ്ടെത്തൽ. അടുത്തത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെ, കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറ്റി കൃഷി ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് മാറ്റക്കൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, അതുമല്ലെങ്കിൽ പുനം കൾട്ടിവേഷൻ, അതുമല്ലെങ്കിൽ ജൂം കൾട്ടിവേഷൻ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. അതായത് കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറ്റി കൃഷി ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് മാറ്റക്കൃഷി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശ്, ആസാം എന്നീ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കൃഷി രീതിയും ഇത് തന്നെയാണ്. പുനം കൃഷി, ജുമിങ് എന്നീ പേരിലും ഈ കൃഷി രീതി അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് വിശാല കൃഷിയും കടും കൃഷിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അല്ല, വിശാല കൃഷിയും കടും കൃഷിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇനി നോക്കുന്നത്. കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യുന്ന കൃഷിയെ ആണ് എക്സ്റ്റെൻസീവ് ഫാമിംഗ് അഥവാ വിശാല കൃഷി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യുന്ന കൃഷിയെ ആണ് എക്സ്റ്റെൻസീവ് ഫാമിംഗ് അഥവാ വിശാല കൃഷി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. കൂടുതൽ പണം മുടക്കി കുറഞ്ഞ സ്ഥലത്ത് പരമാവധി ഉൽപ്പാദനം നടത്തുന്ന കൃഷി രീതിയാണ് ഇൻറ്റൻസീവ് ഫാമിംഗ് അഥവാ കടും കൃഷി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൂടുതൽ പണം മുടക്കി കുറഞ്ഞ സ്ഥലത്ത് പരമാവധി ഉൽപ്പാദനം നടത്തുന്ന കൃഷി രീതിയാണ് ഇൻറ്റൻസീവ് ഫാമിംഗ് അഥവാ കടും കൃഷി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് എന്താണ് സ്ഥിരകൃഷി അഥവാ പെർമനൻ്റ് ഫാമിംഗ് എന്ന് നോക്കാം. അല്ലേ, സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യുന്ന രീതിയെ ആണ് പെർമനൻ്റ് കൃഷി അഥവാ പെർമനൻ്റ് ഫാമിംഗ് അഥവാ സ്ഥിരകൃഷി എന്ന് പേരിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇനി എന്താണ് സങ്കര കൃഷി എന്ന് നമുക്ക് നോക്കാം. കൃഷിയോടൊപ്പം കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷി രീതിയാണ് സങ്കര കൃഷി അഥവാ മിക്സഡ് ഫാമിംഗ്. കൃഷിയോടൊപ്പം കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷി രീതിയാണ് സങ്കര കൃഷി അഥവാ മിക്സഡ് ഫാമിംഗ്. ഇനി എന്താണ് ഇടവിള കൃഷി എന്ന് നോക്കാം നമുക്ക്. അല്ലെ, ഇടവിള കൃഷി എന്താണെന്ന് നോക്കാം. അല്ലെ, പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ മറ്റ് വിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ഇടവിള കൃഷി അഥവാ ഇൻ്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ മറ്റ് വിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ഇടവിള കൃഷി അഥവാ ഇൻ്റർ ക്രോപ്പിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ബഹുതല കൃഷി എന്താണ് എന്ന് നോക്കാം. അല്ലെ, ബഹുതല കൃഷി എന്ന് വെച്ചാൽ എന്താണ്? വ്യത്യസ്ത ഉയരത്തിൽ വളരുന്ന വിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ബഹുതല കൃഷി. വ്യത്യസ്ത ഉയരത്തിൽ വളരുന്ന വിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ബഹുതല കൃഷി അഥവാ മൾട്ടി ടയർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്ത ടെറസ് കൾട്ടിവേഷൻ എന്താണെന്ന് നോക്കാം. ടെറസ് കൾട്ടിവേഷൻ എന്താണ്? ടെറസ് കൾട്ടിവേഷൻ മണ്ണൊലിപ്പ് തടയാനായിട്ട് കൃഷിഭൂമി തട്ടുകളായി തിരിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് ടെറസ് കൾട്ടിവേഷൻ അഥവാ കോണ്ടൂർ കൃഷി രീതി എന്ന് പറയുന്നത്. മണ്ണൊലിപ്പ് തടയാനായി കൃഷിഭൂമി തട്ടുകളായി തിരിച്ച് കൃഷി ചെയ്യുന്ന രീതിയെ ആണ് നമ്മൾ ടെറസ് കൾട്ടിവേഷൻ അഥവാ കോണ്ടൂർ കൃഷി രീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ടെറസ് കൾട്ടിവേഷൻ്റെ മറ്റൊരു പേരാണ് കോണ്ടൂർ കൃഷി രീതി. ഇനി കൃത്യതാ കൃഷി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കൃഷിയിടത്തിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യതാ കൃഷി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൃഷിയിടത്തിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH, ജലസാന്നിധ്യം എന്നിവ
ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് പെർമാകൾച്ചർ. എന്താണ് പെർമാകൾച്ചർ എന്ന് നമുക്കൊന്ന് നോക്കാം. പെർമാകൾച്ചർ പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി രീതിയാണ് പെർമാകൾച്ചർ എന്ന് പറയുന്നത്. പരിസ്ഥിതിയിലെ വൃക്ഷവിളകൾ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി രീതിയാണ് നമ്മൾ പെർമാകൾച്ചർ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി ട്രാക്ക് ഫാമിംഗ് ഉണ്ട്. എന്താണ് ട്രാക്ക് ഫാമിംഗ് എന്ന് നമുക്ക് നോക്കാം. അല്ലെ, ട്രാക്ക് ഫാമിംഗ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷിയെ ആണ് നമ്മൾ ട്രാക്ക് ഫാമിംഗ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷിയെ ആണ് നമ്മൾ ട്രാക്ക് ഫാമിംഗ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞൊരു കൃഷി രീതിയുണ്ട്. എന്താണ് ഹൈഡ്രോപോണിക്സ്? സസ്യങ്ങൾ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയെ ആണ് ഹൈഡ്രോപോണിക്സ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. സസ്യങ്ങൾ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി എയറോപോണിക്സ് ഉണ്ട്. എന്താണ് എയറോപോണിക്സ്? ജലമോ മണ്ണോ ഉപയോഗിക്കാതെയുള്ള കൃഷി രീതിയാണ് എയറോപോണിക്സ്. ജലമോ മണ്ണോ ഉപയോഗിക്കാതെയുള്ള കൃഷി രീതിയാണ് എയറോപോണിക്സ്. പോഷകങ്ങൾ സസ്യങ്ങളുടെ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് ഇത്. പോഷകങ്ങൾ സസ്യങ്ങളുടെ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ്. ഇനി ജലകൃഷി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, ജലകൃഷി മത്സ്യം, സസ്യങ്ങൾ, ആൽഗകൾ, കക്കകൾ എന്നിവ കൃഷി ചെയ്യുന്ന രീതിയാണ് അക്വാകൾച്ചർ അഥവാ ജലകൃഷി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മത്സ്യം, സസ്യങ്ങൾ, ആൽഗകൾ, കക്കകൾ എന്നിവ കൃഷി ചെയ്യുന്ന രീതിയെ ആണ് നമ്മൾ അക്വാകൾച്ചർ അഥവാ ജലകൃഷി എന്ന പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അക്വാകൾച്ചർ വഴി മത്സ്യ ഉൽപ്പാദനം നടത്തുന്നതിൽ ഒന്നാമത് ചൈനയും രണ്ടാമത് ഇന്ത്യയുമാണുള്ളത്. അക്വാകൾച്ചർ വഴി മത്സ്യ ഉൽപ്പാദനം നടത്തുന്നതിൽ ഒന്നാമത് ചൈനയും രണ്ടാമത് ഇന്ത്യയുമാണ് ഉള്ളത്. ഇനി അക്വാപോണിക്സ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അക്വാപോണിക്സ് ഹൈഡ്രോപോണിക്സ് രീതിയിലൂടെ ചെടികളും അക്വാകൾച്ചർ വഴി മത്സ്യങ്ങളും സംയുക്തമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് അക്വാപോണിക്സ്. ഹൈഡ്രോപോണിക്സ് രീതിയിലൂടെ ചെടികളും അക്വാകൾച്ചർ വഴി മത്സ്യങ്ങളും സംയുക്തമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയെ ആണ് അക്വാപോണിക്സ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി പോളി ഹൗസ് ഫാമിംഗ് ഉണ്ട്. എന്താണ് പോളി ഹൗസ് ഫാമിംഗ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, പോളി ഹൗസ് ഫാമിംഗ് പോളിത്തീൻ പോലെയുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ച് താപനിലയും ഈർപ്പവും ക്രമീകരിച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനത്തിലൂടെ കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. പോളിത്തീൻ പോലെയുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ച് താപനിലയും ഈർപ്പവും ക്രമീകരിച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനത്തിലൂടെ കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ്. ഹരിത ഗൃഹകൃഷി എന്താണ് എന്ന് നമുക്ക് നോക്കാം. അല്ലെ, ഹരിത ഗൃഹകൃഷി കൊടും തണുപ്പുള്ള പ്രദേശങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായിട്ട് ചെടികൾ സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ വളർത്തുന്ന രീതിയാണ് ഹരിത കൃഷി അഥവാ ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. കൊടും തണുപ്പുള്ള പ്രദേശങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ചെടികൾ സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ വളർത്തുന്ന രീതിയാണ് ഹരിത കൃഷി അഥവാ ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി ഫെർട്ടിഗേഷൻ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, ഫെർട്ടിഗേഷൻ എന്താണ്? വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പുകളിലൂടെ നൽകുന്ന കൃഷി രീതിയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന കൃഷി രീതിയാണ് ഫെർട്ടിഗേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് സംയോജിത കൃഷിയിലേക്ക് നമുക്ക് നോക്കാം. അല്ലെ, സംയോജിത കൃഷി എന്താണ്? ഒന്നിലധികം കൃഷി ഒരേ സമയത്ത് നടത്തുകയും ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന കൃഷി രീതിയാണ് നമ്മൾ സംയോജിത കൃഷി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒന്നിലധികം കൃഷി ഒരേ സമയത്ത് നടത്തുകയും ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന കൃഷി രീതിയാണ് സംയോജിത കൃഷി. ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്ന ഹേയ എന്ന ആ കൃഷി രീതിയെക്കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വിത്തും വളവും എല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരുന്ന രീതി അറിയപ്പെടുന്നതാണ് ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്ന ഹേയ. വിത്തും വളവും എല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരുന്ന രീതി അറിയപ്പെടുന്നതാണ് ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്ന രീതി. ഇനി ലെയ്സയുണ്ട്. ലെയ്സ എന്ന് വെച്ചാൽ ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നാണ്. ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറാണ് ലെയ്സ.
പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് ഇത്. പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് ഇത്. ഇനി അടുത്ത നെയ്സയുണ്ട്. നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാകുന്നു. സ്വയം പര്യാപ്തമായ പുറമേ നിന്ന് ഒന്നും പ്രയോഗിക്കേണ്ടതില്ലാത്ത കൃഷി രീതി അറിയപ്പെടുന്ന പേരാണ് നെയ്സ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാകുന്ന രീതിയാണിത്. സ്വയം പര്യാപ്തമായ പുറമേ നിന്ന് ഒന്നും പ്രയോഗിക്കേണ്ടതില്ലാത്ത കൃഷി രീതിയാണ് ഈ നെയ്സ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഹരിതശ്രീ എന്താണെന്ന് നോക്കാം. അല്ലെ, ഹരിതശ്രീ കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായമാണ് ഹരിതശ്രീ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായമാണ് ഹരിതശ്രീ. ഇനി എന്താണ് ആഗ്രോണമി എന്ന് നോക്കാം. ആഗ്രോണമി കാർഷിക വിളകളുടെ ഉൽപ്പാദനത്തെയും അവയുടെ വൈവിധ്യമനുസരിച്ച് മണ്ണിനെ കൈകാര്യം ചെയ്യുന്നതിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന കാർഷിക വിജ്ഞാന ശാഖയാണ് ആഗ്രോണമി. കാർഷിക വിളകളുടെ ഉൽപ്പാദനത്തെയും അവയുടെ വൈവിധ്യമനുസരിച്ച് മണ്ണിനെ കൈകാര്യം ചെയ്യുന്നതിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന കാർഷിക വിജ്ഞാന ശാഖയാണ് ആഗ്രോണമി. ഇനി നമുക്ക് പ്രധാന കൃഷി രീതികളെക്കുറിച്ച് ഒന്ന് നോക്കാം. പ്രധാനപ്പെട്ട കൃഷി രീതികളാണ്. മൾബറി കൃഷി അറിയപ്പെടുന്ന പേരാണ് മോറി കൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. മൾബറി കൾച്ചർ അറിയപ്പെടുന്ന പേര് മോറി കൾച്ചർ എന്നാണ്. മണ്ണിരയെ കൃഷി ചെയ്യുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് വെർമി കൾച്ചർ. മണ്ണിരയെ കൃഷി ചെയ്യുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് വെർമി കൾച്ചർ. മുന്തിരി കൃഷി അറിയപ്പെടുന്ന പേരാണ് വിറ്റി കൾച്ചർ. മുന്തിരി കൃഷി അറിയപ്പെടുന്ന പേരാണ് വിറ്റി കൾച്ചർ. മുയൽ കൃഷിയുണ്ട്. മുയൽ കൃഷി അറിയപ്പെടുന്ന പേരാണ് കോണി കൾച്ചർ. മുയൽ കൃഷി അറിയപ്പെടുന്ന പേരാണ് കോണി കൾച്ചർ. മത്സ്യകൃഷിയുണ്ട്. മത്സ്യകൃഷി അറിയപ്പെടുന്ന പേരാണ് പിസി കൾച്ചർ. പിസി കൾച്ചർ. മത്സ്യകൃഷി അറിയപ്പെടുന്ന പേരാണ് പിസി കൾച്ചർ. കൂൺ കൃഷിയുണ്ട്. കൂൺ കൃഷി അറിയപ്പെടുന്ന പേരാണ് മഷ്റൂം കൾച്ചറാണ്. മഷ്റൂം കൾച്ചർ. കൂൺ കൃഷി അറിയപ്പെടുന്ന പേരാണ് മഷ്റൂം കൾച്ചർ. പട്ടുനൂൽ കൃഷിയുണ്ട്. പട്ടുനൂൽ കൃഷി അതറിയപ്പെടുന്ന പേരാണ് സെറി കൾച്ചർ. പട്ടുനൂൽ കൃഷി അറിയപ്പെടുന്ന പേരാണ് സെറി കൾച്ചർ. കടൽ മത്സ്യകൃഷിയുണ്ട്. കടൽ മത്സ്യകൃഷി അറിയപ്പെടുന്ന പേരാണ് മാരി കൾച്ചർ. കടൽ മത്സ്യകൃഷി അറിയപ്പെടുന്ന പേരാണ് മാരി കൾച്ചർ. തേനീച്ച വളർത്തലുണ്ട്. തേനീച്ച വളർത്തൽ അറിയപ്പെടുന്ന പേരാണ് എപ്പി കൾച്ചർ. എപ്പി കൾച്ചറാണ് തേനീച്ച വളർത്തൽ അറിയപ്പെടുന്നത്. പച്ചക്കറി വളർത്തലുണ്ട്. പച്ചക്കറി വളർത്തൽ അറിയപ്പെടുന്ന പേരാണ് ഒലേറി കൾച്ചർ. ഒലേറി കൾച്ചറാണ് പച്ചക്കറി വളർത്തൽ. അലങ്കാര സസ്യം വളർത്തലുണ്ട്. അലങ്കാര സസ്യം വളർത്തൽ അറിയപ്പെടുന്ന പേരാണ് ഫ്ലോറി കൾച്ചർ. ഫ്ലോറി കൾച്ചർ എന്നാൽ അലങ്കാര സസ്യം വളർത്തൽ എന്നാണ് അർത്ഥം. പഴം, പച്ചക്കറി കൃഷി, ഹോർട്ടിക്കൾച്ചർ, വനസസ്യങ്ങൾ എന്നിവ അല്ലേ, ഇവയുടെ സംരക്ഷണമാണ് അല്ലേ. പഴം, പച്ചക്കറി കൃഷി എന്നിവ ഹോർട്ടിക്കൾച്ചർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പഴവും പച്ചക്കറി കൃഷിയും ഹോർട്ടിക്കൾച്ചർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വനസസ്യങ്ങൾ, വനവിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണം അറിയപ്പെടുന്നത് സിൽവി കൾച്ചർ എന്ന പേരിലാണ് അല്ലേ. വനസസ്യങ്ങൾ, വനവിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണം അറിയപ്പെടുന്നത് സിൽവി കൾച്ചർ എന്ന പേരിലാണ്. ഇനി പ്രധാന കാർഷിക വിപ്ലവങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാർഷിക വിപ്ലവങ്ങൾ എന്തൊക്കെയാണ്? ഹരിത വിപ്ലവമുണ്ട്. അത് കാർഷിക ഉൽപ്പാദനത്തിൻ്റെ വർധനവ് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഹരിത വിപ്ലവം. പ്രധാനപ്പെട്ട കാർഷിക വിപ്ലവങ്ങൾ. പ്രധാനപ്പെട്ട കാർഷിക വിപ്ലവങ്ങളാണ്. ഒന്ന്, ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം കാർഷിക ഉൽപ്പാദനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് ധവള വിപ്ലവമാണ്. ധവള വിപ്ലവം പാൽ ഉൽപ്പാദനമാണ് വർദ്ധിപ്പിക്കുന്നത്. ധവള വിപ്ലവം പാൽ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കുന്നു. അടുത്തത് നീല വിപ്ലവമാണ്. നീല വിപ്ലവം മത്സ്യം ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതാണ് നീല വിപ്ലവം. രജത വിപ്ലവമുണ്ട്. രജത വിപ്ലവം മുട്ടയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതാണ് രജത വിപ്ലവം. അടുത്തത് മഞ്ഞ വിപ്ലവമുണ്ട്. എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് മഞ്ഞ വിപ്ലവം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഗ്രേ വിപ്ലവം ഉണ്ട്. ഗ്രേ വിപ്ലവം വളം ഉൽപ്പാദനമാണ് ഗ്രേ വിപ്ലവം കൊണ്ട് അർത്ഥമാക്കുന്നത്. ബ്രൗൺ വിപ്ലവമുണ്ട്. കൊക്കോ, തുകൽ ഉൽപ്പാദനം എന്നിവയാണ് ബ്രൗൺ വിപ്ലവം കൊണ്ട് അർത്ഥമാക്കുന്നത്. സിൽവർ ഫൈബർ വിപ്ലവം ഉണ്ട്. സിൽവർ ഫൈബർ വിപ്ലവം പരുത്തി ഉൽപ്പാദനമാണ് സിൽവർ ഫൈബർ വിപ്ലവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റൗണ്ട് വിപ്ലവം ഉണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ ഉൽപ്പാദനമാണ് റൗണ്ട് വിപ്ലവം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ ഉൽപ്പാദനമാണ് റൗണ്ട് വിപ്ലവം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചുവപ്പ് വിപ്ലവമുണ്ട്. ചുവപ്പ് വിപ്ലവം അല്ലെ, മാംസം, തക്കാളി ഉൽപ്പാദനം എന്നിവയാണ് റെഡ് റെവല്യൂഷൻ അല്ലെങ്കിൽ ചുവപ്പ് വിപ്ലവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വർണ്ണ വിപ്ലവം ഉണ്ട്. പഴവും പച്ചക്കറി, തേൻ ഉൽപ്പാദനമാണ് സ്വർണ്ണ വിപ്ലവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വർണ്ണ വിപ്ലവം കൊണ്ട് അർത്ഥമാക്കുന്നത് പഴം, പച്ചക്കറി, തേൻ എന്നിവയുടെ ഉൽപ്പാദനമാണ്.
മഴവിൽ വിപ്ലവമുണ്ട്. കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപ്പാദനമാണ് മഴവിൽ വിപ്ലവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട കാർഷിക വർഷങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രധാനപ്പെട്ട കാർഷിക വർഷങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. 2004 അന്താരാഷ്ട്ര നെല്ല് ഉൽപ്പാദന വർഷമായിട്ടാണ് ആചരിക്കുന്നത്. 2004 അന്താരാഷ്ട്ര നെല്ല് ഉൽപ്പാദന വർഷമായിട്ട് ആചരിക്കുന്നു. 2009 അന്താരാഷ്ട്ര നാര് വർഷമായിട്ടാണ് ആചരിക്കുന്നത്. 2009 അന്താരാഷ്ട്ര നാര് വർഷമായിട്ടാണ് ആചരിക്കുന്നത്. 2011 അന്താരാഷ്ട്ര വനവർഷമായിട്ട് ആചരിക്കുന്നുണ്ട്. 2011 അന്താരാഷ്ട്ര വനവർഷമായി ആചരിക്കുന്നു. 2014 കുടുംബ കൃഷി വർഷമായിട്ടാണ് ആചരിക്കുന്നത്. 2014 കുടുംബ കൃഷി വർഷമായിട്ടാണ് ആചരിക്കുന്നത്. 2015 മണ്ണ് വർഷമായിട്ട് ആചരിക്കുന്നു. 2015 മണ്ണ് വർഷമായിട്ടും 2016 പയറ് വർഷമായിട്ടുമാണ് ആചരിക്കുന്നത്. ഇനി നമുക്ക് ഹരിത വിപ്ലവത്തെക്കുറിച്ച് നോക്കാം. എന്താണ് ഹരിത വിപ്ലവം? ഹരിത വിപ്ലവം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഹരിത വിപ്ലവം എന്നുള്ള പദം ഉപയോഗിച്ച വ്യക്തിയുടെ പേരാണ് വില്യം ഗൗഡാണ്. ആദ്യമായിട്ട് ഹരിത വിപ്ലവം എന്ന പദം ഉപയോഗിച്ചത്. ഈ പദം ഉപയോഗിക്കപ്പെട്ട ആദ്യത്തെ രാജ്യം മെക്സിക്കോയായിരുന്നു. 1944 വില്യം ഗൗഡ് ഹരിത വിപ്ലവം എന്ന പദം ഉപയോഗിച്ചത്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി നമ്മൾ കണക്കാക്കുന്നത് നോർമൻ ബോർലോഗ് എന്ന വ്യക്തിയെയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി നമ്മൾ കണക്കാക്കുന്നത് നോർമൻ ബോർലോഗിനെയാണ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 1970 ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 1970 ലഭിച്ച വ്യക്തിയാണ് നോർമൻ ബോർലോഗ്. ഇതേപോലെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി നമ്മൾ കണക്കാക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പക്ഷേ ഡോക്ടർ MP സിംഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനും ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ ഡോക്ടർ MP സിംഗുമാണ്. അടുത്തത് റാബി സീസണെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. റാബി സീസൺ എന്താണ്? റാബി സീസൺ ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടെ ആരംഭിക്കുകയും വേനലിൻ്റെ ആരംഭത്തോടെ വിളവ് എടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണ്. ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടെ വിളവ് ഇറക്കുകയും അതുപോലെ വേനലിൻ്റെ ആരംഭത്തോടുകൂടി വിളവ് എടുക്കുകയും ചെയ്യുന്ന ഒരു കാർഷിക കാലമാണ് റാബി എന്ന് പറയുന്നത്. നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി എന്നിവയാണ് ഈ പറയുന്ന കാർഷിക കാലമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടെ വിളവ് ഇറക്കുകയും വേനലിൻ്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് റാബി. ഇത് നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ഒരു കാലഘട്ടമാണ്. ഇതിലെ പ്രധാന വിളകളാണ് ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവ. അപ്പോൾ പ്രധാനപ്പെട്ട വിളകളാണ് ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവ. ഇനി സൈദ് വിളകൾ എന്തെന്ന് നമുക്ക് നോക്കാം. സൈദ് വിളകൾ വേനലിൻ്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് സൈദ് എന്ന് പറയുന്നത്. വേനലിൻ്റെ ആരംഭത്തോടെ വിളവ് ഇറക്കുകയും മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവ് എടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് സൈദ്. ഇതിൽ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയാണ് പ്രധാനപ്പെട്ട വിളകളായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പ്രധാനപ്പെട്ട സൈദ് വിളകൾ. ഇന്ത്യയിലെ
കാർഷിക വിളകളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ത്യയിലെ കാർഷിക വിളകളെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഭക്ഷ്യവിളകളെന്നും മറ്റേത് നാണ്യവിളകളെന്നുമാണ്. നേരിട്ട് ഉപയോഗിക്കുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. എന്നാൽ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. നേരിട്ട് ഉപയോഗിക്കുന്ന വിളകൾ ഭക്ഷ്യവിളകളെന്നും വ്യാവസായിക പ്രാധാന്യമുള്ള വിളകൾ എന്ന് പറയുന്നത് നാണ്യവിളകളുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഭക്ഷ്യവിളകളാണ്. അതിൽ തന്നെ നെല്ല്, ഗോതമ്പ്, ചോളം, ബാർലി, തിനവിളകൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട വിളകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഭക്ഷ്യവിളകളാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, ബാർലി മുതലായ തിനവിളകളാണ് ഇവിടെ, അതായത് പയറ് വർഗ്ഗങ്ങളാണ് ഇതിലെ പ്രധാനപ്പെട്ട വിളകൾ. പരുത്തി, ചണം, തേയില, കാപ്പി, ഏലം, റബ്ബർ, കരിമ്പ് എന്നിവ പ്രധാനപ്പെട്ട നാണ്യവിളകളാണ്. പരുത്തി, ചണം, തേയില, കാപ്പി, ഏലം, റബ്ബർ, കരിമ്പ് എന്നിവ പ്രധാനപ്പെട്ട നാണ്യവിളകളാണ്. ചരൺ സിംഗിൻ്റെ ജന്മദിനമായ ഡിസംബർ 23 ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. ചരൺ സിംഗിൻ്റെ ജന്മദിനമായ ഡിസംബർ 23 ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തത് നെല്ലാണ്. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യവും ഭക്ഷ്യവിളയുമാണ് നെല്ല്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യവും ഭക്ഷ്യവിളയുമാണ് നെല്ല്. ഏകദേശം 180 സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും ശരാശരി വേണമെന്നുള്ളതാണ് നെൽകൃഷിയുടെ പ്രത്യേകത. അല്ല, 180 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ഇവിടെ അനിവാര്യമാണ്. അമോണിയ നേരിട്ട് ആഗിരണം ചെയ്യുന്ന ഒരു സസ്യമാണ് ഏതെന്ന് പറയുന്നത് നെല്ല് എന്ന് പറയുന്നത്. സൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട ഔഷധ ഇനങ്ങളാണ് നവര ഗന്ധകശാല എന്ന് പറയുന്ന നെല്ല്. കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് പട്ടാമ്പി, മങ്കൊമ്പ്, കായംകുളം, വൈറ്റില എന്നിവ. കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് പട്ടാമ്പി, മങ്കൊമ്പ്, കായംകുളം, വൈറ്റില എന്നിവ. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലെ മണൽ എന്ന സ്ഥലത്താണ്. ഫിലിപ്പീൻസിലെ മനില എന്ന സ്ഥലത്താണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഫിലിപ്പീൻസിലെ മനില എന്ന സ്ഥലത്താണ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ കട്ടക്കിലുമാണ്. ഒഡീഷയിലെ കട്ടക്കിലാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഗോതമ്പ് നമുക്ക് നോക്കാം. ഗോതമ്പ് മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നൊരു കാർഷിക വിളയാണ് ഗോതമ്പ്. ഗോതമ്പ് കൃഷി ചെയ്യുന്നത് മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലാണ്. 75 സെൻറ്റിമീറ്റർ മഴ അനിവാര്യമാണ്. 25 സെൻറ്റിഗ്രേഡിലുള്ള താപനിലയും അനിവാര്യമാണ്. 75 സെൻറ്റിമീറ്റർ മഴയും 25 സെൻറ്റിഗ്രേഡിൽ താഴെ താപനിലയും അനിവാര്യമാണ്. മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലാണ് ഇത് കൃഷിയും ചെയ്യുന്നത്. ഇനി നമുക്ക് ചോളം ഒന്ന് നോക്കാം. ചോളം എന്താണ്? ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളയാണ് ചോളം. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളയാണ് ചോളം. 75 സെൻറ്റിമീറ്റർ മഴയാണ് ശരാശരി ലഭിക്കുന്നൊരു മഴ. 75 സെൻറ്റിമീറ്റർ മഴയാണ് ഇവിടെ ലഭിക്കുന്ന ശരാശരി മഴ. കർണാടക, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. കർണാടക, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഇനി നമുക്ക് നാണ്യവിളകളെക്കുറിച്ച് നോക്കാം. നാണ്യവിളകളിൽ പ്രധാനപ്പെട്ടതാണ് ഇത്. പരുത്തി എന്ന് പറയുന്നത് നാണ്യവിളകളിൽ പ്രധാനപ്പെട്ടതാണ്. മഞ്ഞുവീഴ്ചയില്ലാത്ത ഒരു വളർച്ച കാലമാണ് ഇത്. മഞ്ഞുവീഴ്ചയില്ലാത്ത കാലമാണ് ഇവിടെ അനിവാര്യം. 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില അനിവാര്യമായിട്ടുള്ളത്. കറുത്ത പരുത്തി മണ്ണാണ് ഇവിടെ അനുയോജ്യം. ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണ്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലുമാണ്. ഇത് യൂണിവേഴ്സൽ ഫൈബർ എന്ന പേരിലും അറിയപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ യൂണിവേഴ്സൽ ഫൈബറാണ് പരുത്തി. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ്. കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് കറുത്ത മണ്ണാണ്. ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഗുജറാത്തിലാണ്. അടുത്തത് ചണമാണ്. എന്താണ് ചണത്തെക്കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കുക? ചണം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ സാധിക്കണം. ചണ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ രാജ്യമാണ്. 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ നമുക്ക് ഈ ചണം കൃഷിക്ക് അനിവാര്യമാണ്. പശ്ചിമ ബംഗാളിലെ ഡെൽറ്റ പ്രദേശമാണ് ഈ ചണം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഇത് ഗോൾഡൻ ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്താണെന്നുണ്ടെങ്കിലും കയറ്റുമതിയിൽ 2-ാം സ്ഥാനത്താണ് നമ്മൾ. അത് ബംഗ്ലാദേശിലാണ് കയറ്റുമതി ഏറ്റവും കൂടുതലുള്ളത്. അടുത്തത് തേയിലയെക്കുറിച്ച് നമുക്ക് നോക്കാം. തേയില പാനീയ വിളയാണ് തേയില. 1823 ബ്രിട്ടീഷ് മേജറായിരുന്ന റോബർട്ട് ബ്രൂസാണ് ആസാമിലെ കുന്നുകളിൽ തേയില കണ്ടെത്തുന്നത്. ഒരു പാനീയ വിളയാണ് തേയില. ഇതാദ്യമായിട്ട് കണ്ടെത്തപ്പെട്ടത് 1823 ബ്രിട്ടീഷ് മേജറായിരുന്ന റോബർട്ട് ബ്രൂസാണ് ആസാമിലെ തേയില കുന്നുകളിലാണ് ഇത് കണ്ടെത്തിയത്. ഇതിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ താപനില ശരാശരി 25 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് താപനില അനിവാര്യമായിട്ടുള്ളത്.
മഴയോ 200-നും 250 സെൻറ്റിമീറ്ററിനും ഇടയിലാണ് മഴ അനിവാര്യമായിട്ടുള്ളത്. കൊങ്കൺ, കേരളം, തമിഴ്നാട് എന്നിവ പ്രധാനമായിട്ടും തേയില കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ്. കൊങ്കൺ, കേരളം, തമിഴ്നാട് എന്നിവ തേയില കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തേയില വിപണന കേന്ദ്രം എന്ന് പറയുന്നത് ഗുവാഹത്തിയാണ്. ആസാമിലാണ് ഗുവാഹത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തേയില വിപണന കേന്ദ്രം. കേരളത്തിൽ ഇടുക്കി, വയനാട് എന്നീ ജില്ലകളാണ് തേയില ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷുകാരനായിട്ടുള്ള ജോൺ മൺറോയ്ക്ക് 1877 പൂഞ്ഞാർ രാജാവായ കേരളവർമ്മ നൽകിയ ഉടമ്പടി പ്രകാരമാണ് കണ്ണൻ ദേവൻ എസ്റ്റേറ്റ് സ്ഥാപിതമായിരിക്കുന്നത്. ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയ്ക്ക് 1877 പൂഞ്ഞാർ രാജാവായ കേരളവർമ്മ നൽകിയ ഉടമ്പടി പ്രകാരമാണ് കണ്ണൻ ദേവൻ എസ്റ്റേറ്റ് സ്ഥാപിതമായത്. അടുത്തത് കാപ്പിയെക്കുറിച്ച് നമുക്ക് നോക്കാം. കാപ്പിയാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. കേരളം, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളാണ് പ്രധാനപ്പെട്ട കാപ്പി സംസ്ഥാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളം, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളാണ് പ്രധാനപ്പെട്ട കാപ്പി സംസ്ഥാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. AD 17-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ നിന്നും കാപ്പി കൊണ്ടുവന്നത് ബാബാബുദ്ദീൻ എന്ന സൂഫി സന്യാസിയാണ്. AD 17-ാം നൂറ്റാണ്ടിലാണ് അറേബ്യയിൽ നിന്നും കാപ്പി ഇന്ത്യയിലേക്ക് വന്നത്. ബബാബുദ്ദീൻ എന്ന സൂഫി സന്യാസിയാണ് ബബാബുദ്ദീൻ എന്ന സൂഫി സന്യാസിയാണ് ഈ പറയുന്ന കാപ്പി ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. കാപ്പിയുടെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നിവ. കാപ്പിയുടെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നിവ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാപ്പി അറബിക്കയാണ്. കർണാടകമാണ് കാപ്പി ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം. കർണാടകയാണ് ഇന്ത്യയിൽ കാപ്പി ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം. കർണാടകയുടെ കോഫി ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ചിക്കമംഗളൂരാണ്. ചിക്കമംഗളൂരാണ് കർണാടകയുടെ കോഫി ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് തെങ്ങിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. തെങ്ങ്. ലോക നാളികേര ദിനമാണ് സെപ്റ്റംബർ 2. ഇപ്പോൾ ലോക നാളികേര ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 2 ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ പരീക്ഷണം നടത്തിയ തെങ്ങിനമാണ് ചാവക്കാട് പച്ചക്കുള്ളൻ എന്ന തെങ്ങിനം. ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടി പരീക്ഷണം നടത്തപ്പെട്ട തെങ്ങിനമാണ് ചാവക്കാട് പച്ചക്കുള്ളൻ. കേരള നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. നാളികേര ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് ബാലരാമപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ബാലരാമപുരത്താണ്. കോക്കനട്ട് പ്രോസസ്സിംഗ് കോംപ്ലക്സ് ആറ്റിങ്ങലിലെ മാമത്താണ് സ്ഥിതി ചെയ്യുന്നത്. കോക്കനട്ട് പ്രോസസ്സിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് ആറ്റിങ്ങലിലെ മാമം എന്ന സ്ഥലത്താണ്. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ കായംകുളത്താണ്. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ കായംകുളത്താണ്. ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കേര ഗ്രാമം എന്നത്. ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കേര ഗ്രാമം. കേരളത്തിൽ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. കേരളത്തിൽ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല. ചന്ദ്രശേഖര, ചന്ദ്രലക്ഷ എന്നിവ സങ്കരയിനം തെങ്ങിനങ്ങളാണ്. സങ്കരയിനം തെങ്ങിനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ചന്ദ്രശേഖര, ചന്ദ്രലക്ഷ എന്നിവ. അടുത്തത് കരിമ്പിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കരിമ്പാണ് നമുക്ക് അടുത്ത് പഠിക്കാനായിട്ടുള്ളത്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ബ്രസീലിന് പിന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം. കരിമ്പിൻ്റെ ജന്മനാട് ഇന്ത്യയാണ്. കറുത്ത മണ്ണിലും എക്കൽ മണ്ണിലുമാണ് കരിമ്പ് കൃഷി ചെയ്യുന്നത്. കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശാണ്. കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇനി നമുക്ക് റബ്ബറിനെ കുറിച്ചൊന്ന് പഠിക്കാം. റബ്ബറിൻ്റെ ജന്മദേശമാണ് ബ്രസീൽ. റബ്ബറിൻ്റെ ജന്മദേശമാണ് ബ്രസീൽ. ഇന്ത്യയിൽ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫിയാണ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ച സ്ഥലം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. ആദ്യ റബ്ബർ പാർക്ക് കേരളത്തിൽ നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലെ ഐരാപുരത്താണ്. ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഐരാപുരം എന്ന സ്ഥലത്താണ്.
റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനമായി നിശ്ചയിച്ചിരിക്കുന്നത് കോട്ടയമാണ്. റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും കോട്ടയത്ത് തന്നെയാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും കോട്ടയത്ത് തന്നെയാണ്. അടുത്തത് പുകയിലയെക്കുറിച്ച് നമുക്ക് നോക്കാം. പുകയില. നിക്കോറ്റിയാന തമ്പാക്കം എന്നതാണ് പുകയിലയുടെ ശാസ്ത്രീയ നാമം. പുകയിലയുടെ ശാസ്ത്രീയ നാമമാണ് നിക്കോറ്റിയാന തമ്പാക്കം എന്നത്. പുകയില ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ചൈന. പുകയില ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ചൈന. ഇന്ത്യയിൽ പുകയില ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ പുകയില ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലാണ് പുകയില കൃഷി ചെയ്യുന്നത്. അടുത്തത് ധവള വിപ്ലവത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. എന്താണ് ധവള വിപ്ലവം? ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യനാണ്. അപ്പോൾ ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യനാണ്. ഡോക്ടർ വർഗീസ് കുര്യൻ. മാഗ്സസെ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. മാഗ്സസെ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി. 1963 ഇദ്ദേഹത്തിന് മാഗ്സസെ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നതും ആരാണ്? ഈ വർഗീസ് കുര്യൻ തന്നെയാണ്. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ധവള വിപ്ലവവും ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയിൽ പാൽ ഉൽപ്പാദനത്തിലുണ്ടായ വർധനവ് ധവള വിപ്ലവം അഥവാ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ പാലുൽപാദനത്തിലുണ്ടായ വർധനവാണ് ധവള വിപ്ലവം അഥവാ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ക്ഷീര ഉൽപാദക സഹകരണ പ്രസ്ഥാനമായ അമൂൽ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. 1946 അമൂൽ സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ക്ഷീര ഉൽപാദക സഹകരണ പ്രസ്ഥാനമായ അമൂൽ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. 1946 ഇത് സ്ഥാപിതമായത്. ആനന്ദ് മിൽക്സ് യൂണിയൻ ലിമിറ്റഡ് എന്നതാണ് അമൂൽ. ആനന്ദ് മിൽക്സ് യൂണിറ്റ് ലിമിറ്റഡ് എന്നതാണ് അമൂലിൻ്റെ പൂർണ്ണമായ പേര്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മിൽക്ക് ATM സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മിൽക്ക് ATM സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്താണ്. വർഗീസ് കുര്യൻ രചിച്ച പുസ്തകങ്ങളുണ്ട്. ധവള വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യൻ രചിച്ച പുസ്തകങ്ങളാണ് ഐ ടു ഹാഡ് എ ഡ്രീം ആൻഡ് അൺഫിനിഷ്ഡ് ഡ്രീം എന്നിവ. ഐ ടു ഹാഡ് എ ഡ്രീം ആൻഡ് അൺഫിനിഷ്ഡ് ഡ്രീം എന്നിവ. അദ്ദേഹം രചിച്ച ഓഡിയോ ഓട്ടോബയോഗ്രഫിയാണ് ദ മാൻ ഹു മേഡ് ദ എലഫൻ്റ് ഡാൻസ്. ദ മാൻ ഹു മേഡ് ദ എലഫൻ്റ് ഡാൻസ് എന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ രചിച്ച ഓട്ടോബയോഗ്രഫിയാണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദ് ആണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദ് ആണ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ കർണാലിലാണ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ കർണാലിലാണ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനവും ഹരിയാനയാണ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനവും ഹരിയാനയാണ്. കന്നുകാലികളുടെ വംശവർദ്ധനവിനായിട്ട് കേരളത്തിൽ ഇൻഡോ സ്വിസ് പ്രൊജക്റ്റ് ആരംഭിച്ചത് മാട്ടുപ്പെട്ടിയിലാണ്. കന്നുകാലികളുടെ വംശവർദ്ധനവിനായിട്ട് കേരളത്തിൽ ഇൻഡോ സ്വിസ് പ്രൊജക്റ്റ് ആരംഭിച്ചത് 1993 മാട്ടുപ്പെട്ടിയിലാണ്. പാൽ ഉൽപ്പാദനത്തിനായിട്ട് വളർത്തുന്ന പശുക്കളിൽ ഏറ്റവും വലുതിൻ്റെ പേര് ഹോളിസ്റ്റീൻ ഫ്രീസിയൻ എന്നാണ്. ഹോളിസ്റ്റീൻ ഫ്രീസിയൻ. ഏറ്റവും ചെറുത് കേരളത്തിലെ വെച്ചൂർ പശുവുമാണ്. പാലുൽപാദനത്തിനായി വളർത്തുന്ന പശുക്കളിൽ ഏറ്റവും വലുത് ഹോൾസ്റ്റീൻ ഫ്രീസിയാനും ഏറ്റവും ചെറുത് കേരളത്തിലെ വെച്ചൂർ പശുവുമാണ്. പ്രധാനപ്പെട്ട സങ്കരയിനം പശുക്കളാണ് സുനന്ദിനി, സഹിവാൾ, ഗീർ എന്നിവ. പ്രധാനപ്പെട്ട സങ്കരയിനം പശുക്കളാണ് സുനന്ദിനി, സഹിവാൾ, ഗീർ എന്നിവ. സങ്കരവർഗം പശുക്കളുടെ വിവരം ശേഖരിക്കുന്ന പദ്ധതിയാണ് ഗോരേഖ പദ്ധതി എന്നത്. പ്രധാനപ്പെട്ട സങ്കരയിനം പശുക്കളാണ് സുനന്ദിനി, സഹിവാൾ, ഗീർ എന്നിവ. സങ്കരവർഗം പശുക്കളുടെ വിവരം ശേഖരിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഗോരേഖ പദ്ധതി. പാൽ ഉൽപ്പാദനത്തിൽ മികവ് പുലർത്തുന്ന ഗ്രാമങ്ങളെ ക്ഷീരവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ദത്തെടുക്കുന്നതിന് കണ്ണൂർ ഗ്രാമത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് പശു ഗ്രാമം എന്നത്. പാൽ ഉൽപ്പാദനത്തിൽ മികവ് പുലർത്തുന്ന ഗ്രാമങ്ങളെ ക്ഷീരവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ദത്തെടുക്കുന്നതിന് കണ്ണൂർ ഗ്രാമത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് പശു ഗ്രാമം എന്ന പദ്ധതി. ക്ഷീരകർഷകർക്കുണ്ടാകുന്ന നഷ്ടം നികത്താനായി കേരള മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന ഇൻഷുറൻസ്
പരിരക്ഷാ പദ്ധതിയാണ് ഗോ സമൃദ്ധി പ്ലസ് എന്നത്. ക്ഷീരകർഷകർക്കുണ്ടാകുന്ന നഷ്ടം നികത്താനായിട്ട് കേരള മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയുടെ പേരാണ് ഗോ സമൃദ്ധി പ്ലസ് എന്നത്. ഗോ സമൃദ്ധി പ്ലസ്. ക്ഷീരവികസന വകുപ്പ് ക്ഷീരകർഷകർക്കും കുടുംബാംഗങ്ങൾക്കും പശുക്കൾക്കുമായിട്ട് ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ക്ഷീരസാന്ത്വനം എന്നത്. ക്ഷീരവികസന വകുപ്പ് ക്ഷീരകർഷകർക്കും കുടുംബാംഗങ്ങൾക്കും പശുക്കൾക്കുമായിട്ട് ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ക്ഷീരസാന്ത്വനം എന്നത്. കന്നുകാലികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് കൃത്രിമ ബീജം കർഷകരുടെ വീട്ടുമുറ്റത്തെത്തിക്കുന്ന പദ്ധതിയാണ് ഗോ സംവർദ്ധിനി എന്നത്. കന്നുകാലികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി കൃത്രിമ ബീജം കർഷകരുടെ വീട്ടുമുറ്റത്തെത്തിക്കുന്ന പദ്ധതിയാണ് ഗോ സംവർദ്ധിനി എന്ന പദ്ധതി. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം 14ാമത്തെ സ്ഥാനമാണ്. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം 14ാമത് സ്ഥാനമാണ്. രോഗമുള്ള പശുവിൻ്റെ പാൽ കുടിക്കുന്നതിലൂടെ മനുഷ്യർക്കുണ്ടാകുന്ന പനിയാണ് മാൾട്ട പനി എന്നത്. രോഗമുള്ള പശുവിൻ്റെ പാൽ കുടിക്കുന്നതിലൂടെ മനുഷ്യർക്കുണ്ടാകുന്ന പനിയാണ് മാൾട്ട പനി. കുളമ്പ് രോഗ നിവാരണ പദ്ധതി അറിയപ്പെടുന്നത് ഗോരക്ഷാ പദ്ധതി എന്ന പേരിലാണ്. കുളമ്പ് രോഗ നിവാരണ പദ്ധതി അറിയപ്പെടുന്നത് ഗോരക്ഷാ പദ്ധതി എന്ന പേരിലാണ്. കുളമ്പ് രോഗ ചികിത്സ ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കുളമ്പ് രോഗ ചികിത്സ ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കുളമ്പ് രോഗത്തിന് കാരണം വൈറസാണ്. കുളമ്പ് രോഗത്തിന് കാരണം വൈറസ് ആണ്. കന്നുകാലികളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണമാകുന്നത് ബാക്ടീരിയയാണ്. കന്നുകാലികളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണമാകുന്നത് ബാക്ടീരിയയാണ്. കന്നുകാലികൾക്കായി ഇന്ത്യയിൽ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഒഡീഷ. കന്നുകാലികൾക്കായി ഇന്ത്യയിൽ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയും ഏറ്റവും കൂടുതൽ ആട്ടിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയുമാണ്. ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയും ഏറ്റവും കൂടുതൽ ആട്ടിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയുമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയത് എരുമപ്പാലിലും ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് ആട്ടിൻ പാലിലുമാണ്. ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നത് എരുമപ്പാലിലും ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് ആട്ടിൻ പാലിലുമാണ്. ലോക ക്ഷീരദിനം ജൂൺ 1-ഉം ദേശീയ ക്ഷീരദിനം നവംബർ 26-നുമാണ്. ലോക ക്ഷീരദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ മാസം 1-ാം തീയതിയും ദേശീയ ക്ഷീരദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ മാസം 26-ാം തീയതിയുമാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി നടപ്പിലാക്കിയ വർഷമാണ് 1998. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി നടപ്പിലാക്കിയ വർഷമാണ് 1998. ആവശ്യാനുസരണം സമയബന്ധിതമായി കർഷകർക്ക് വായ്പ നൽകുന്നതിനുള്ള വായ്പ വിതരണ പദ്ധതിയാണ് ഇത്. ആവശ്യാനുസരണം സമയബന്ധിതമായിട്ട് കർഷകർക്ക് വായ്പ നൽകുന്നതിനുള്ള വായ്പ വിതരണ പദ്ധതിയാണ് ഇത്. 2019 കേന്ദ്ര ബജറ്റ് പ്രകാരം കന്നുകാലി വളർത്തൽ, ഫിഷറീസ് മേഖല എന്നിവയ്ക്ക് കൂടി കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 2019 കേന്ദ്ര ബജറ്റ് പ്രകാരം കന്നുകാലി വളർത്തൽ, ഫിഷറീസ് മേഖല എന്നിവയ്ക്ക് കൂടി കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകുന്ന സംവിധാനം ആരംഭിച്ചു. ആദ്യമായിട്ട് പശു കിസാൻ ക്രെഡിറ്റ് കാർഡ് വിതരണം ചെയ്ത സംസ്ഥാനമാണ് ഹരിയാന. ഹരിയാന സംസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് പശു കിസാൻ ക്രെഡിറ്റ് കാർഡ് വിതരണം നടത്തിയ സംസ്ഥാനം. 2 ഹെക്ടർ വരെയുള്ള ചെറുകിട കർഷകർക്ക് വർഷം തോറും 6000 രൂപ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നത്. 2 ഹെക്ടർ വരെയുള്ള ചെറുകിട കർഷകർക്ക് വർഷം തോറും 6000 രൂപ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന ഈ പദ്ധതി. കൃഷിയിടങ്ങളിൽ ജലസേചന സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. കൃഷിയിടങ്ങളിൽ ജലസേചന സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്നത്. ജലസമ്പത്തിനെ നയപരമായി ഉപയോഗിക്കുന്നത് മൂലം ഒരു തുള്ളി ജലത്തിൽ നിന്ന് കൂടുതൽ വിളവ് എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ജലസമ്പത്തിൽ നിന്ന് നയപരമായിട്ട് ഉപയോഗിക്കുന്നത് മൂലം ഒരു തുള്ളി ജലത്തിൽ നിന്ന് കൂടുതൽ വിളവ് എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലസേചന സൗകര്യം മെച്ചപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗംഗ കല്യാൺ യോജന എന്നത്. കൃഷിക്ക്
ആവശ്യമായ ജലസേചന സൗകര്യം മെച്ചപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗംഗ കല്യാൺ യോജന. അപ്പോൾ എന്താണ് ഗംഗ കല്യാൺ യോജന എന്ന് ചോദിച്ചാൽ, കൃഷിക്ക് ആവശ്യമായ ജലസേചന സൗകര്യം മെച്ചപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗംഗ കല്യാൺ യോജന. കുറഞ്ഞ പ്രീമിയം നിരക്കിൽ പരിരക്ഷ കർഷകർക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. കുറഞ്ഞ പ്രീമിയം നിരക്കിൽ കർഷകർക്ക് പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട്, ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്നത്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പ്രകാരം കേരളത്തിലെ മുഖ്യ വിളയായി തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ മുഖ്യ വിളയായിട്ട് നെല്ല് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നിവയാണ്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പ്രകാരം കേരളത്തിലെ മുഖ്യവിളയായി നെല്ല് തിരഞ്ഞെടുത്ത ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നിവ. കേന്ദ്ര കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതെല്ലാമെന്ന് നമുക്കിനിയും നോക്കാം. കേന്ദ്ര കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മൈസൂരിലാണ്. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മൈസൂരിലാണ്. സെൻട്രൽ ഫിഷറീസ് എഡ്യൂക്കേഷൻ റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. സെൻട്രൽ ഫിഷറീസ് എഡ്യൂക്കേഷൻ റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ജബൽപൂരിലാണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ജബൽപൂരിലാണ്. ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ബറേലിയിലാണ്. ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ബറേലിയിലാണ്. ബറേലി UPയിലാണ്. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഷിംലയിലാണ്. ഷിംല ഹിമാചൽ പ്രദേശിലാണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജബൽപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബറേലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ ഷിംലയിലുമാണ്. ഡയറക്ടറേറ്റ് ഓഫ് ഓയിൽ പാം റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് പെഡവെഗി, ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലെ പെഡവെഗിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. നിലക്കടല ഗവേഷണ കേന്ദ്രം ജുനാഗഡ്, ഗുജറാത്തിലെ ജുനാഗഡിലാണ് നിലക്കടല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് 1929 സ്ഥാപിതമായത്. ഇത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ കാലിത്തീറ്റ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് UPയിലെ ഝാൻസിയിലാണ്. ഇന്ത്യൻ പച്ചക്കറി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വാരണാസിയിലാണ്. കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് രാജമുന്ദ്രിയിലാണ്. കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് രാജമുന്ദ്രിയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുച്ചിറപ്പള്ളിയിലാണ്. പാസീസ് അക്കാഡമി നൽകുന്ന ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്